മധ്യപ്രദേശിൽ അദ്നാൻ മൻസൂർ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട്, 18 വയസ്സുള്ള ഒരു ചെക്കൻ. 5 മാസം മുമ്പേ അവൻ തുപ്പി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ പറഞ്ഞു അവൻ ഒരു ഹിന്ദു പ്രൊസഷൻ പോകുമ്പോൾ തുപ്പിയിരിക്കാന്ന്. കേൾക്കൂ, അവനെ ജയിലിലിട്ടു 5 മാസത്തിൽ. അവന്റെ വീട് ബുൾഡോസ് ചെയ്തു. മനസ്സിലാക്കൂ നിങ്ങൾ, ഇവിടെ ആരും കോർട്ടിലെത്തിയിട്ടില്ല. അവന്റെ വീട് ബുൾഡോസ് തുപ്പി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ശേഷം പറഞ്ഞവൻ പറയാ പിന്നെ അല്ല അവൻ കോർട്ടിലെത്തിയാലും പറഞ്ഞു ഇവനല്ല, ഇവൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പിൻവലിച്ചു ആ വിറ്റ്നസ്. അപ്പൊ പിന്നെ അവന്റെ വീട് എന്തിനാ നിങ്ങൾ ബുൾഡോസ് ചെയ്തത്? ഇതെന്താ നടന്നു കൊടുക്കുന്നത് ഇന്ത്യയിൽ? ഞങ്ങൾ ഒരാൾ ഒരു പ്രതി ഉണ്ടാകുമ്പോൾ അതിനെതിരായിട്ട് പറയുമ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്യും, പിന്നെ അത് കോർട്ടിൽ പോവും, പിന്നെയല്ലേ ഞങ്ങൾ എന്താ വേണ്ട കൺവിക്ട് ചെയ്യണോ ഇല്ലേന്ന് കോർട്ടാ തീരുമാനിക്കണ്ടേ. ഇവന്റെ വീട് തിരിച്ചു കിട്ടുമോ? വീട് അവനായി 5 മാസം തിരിച്ചു കിട്ടുക? അവനെപ്പോഴും എല്ലാവരും ഒരു പ്രതിയായിട്ട് നോക്കുക. ഇങ്ങനത്തെ കമ്മ്യൂണൽ വയലൻസ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ തുടങ്ങുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം ഒരു വലിയ വിഷയമുണ്ട്. 2 ദിവസം മുമ്പേ നടന്ന 16 കുട്ടികൾ, പിഞ്ചു പൈതൽ ഗുജറാത്തിൽ വഡോദര എന്ന് പറയുന്ന സ്ഥലത്ത് അവർ പുഴയിൽ മുങ്ങി മരണപ്പെട്ടു. അതിനെപ്പറ്റി നിങ്ങൾ ഒരു ദിവസം ചർച്ച ഉണ്ടായിരുന്നു? ഒരു ദിവസം. ആരാ പ്രതി? എവിടെ പോയി? നമുക്കറിയാം മോർബി ബീച്ചിൽ 136 മരണപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഇതെല്ലാം വേറെ ലോകത്ത് വേറെ എവിടെയായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരെല്ലാം തൂക്കുമരത്തിലായിരിക്കും. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവർക്ക് കുറച്ചാളം കഴിഞ്ഞാൽ ബെയിൽ കിട്ടും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വഡോദരയിലും മോർബിയിൽ ആ സ്ഥലത്തും 2 സ്ഥലത്തും ഗുജറാത്തിന്റെ കോർപ്പറേറ്റേഴ്സ് ഇൻവോൾവ് ആണ്. മുനിസിപ്പൽ കോർപ്പറേഷനാണ് ഇവർക്ക് പെർമിഷൻ കൊടുത്തത്, അനുവാദം കൊടുത്തത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ വേറെ കോൺഗ്രസിലെങ്കിൽ അവർ തുടങ്ങും, കർണാടകയിലെങ്കിൽ ഇന്ന് ന്യായം വേണം. സ്വന്തം ഇവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ ഇന്നും ചോദിക്കുന്നത്, നിങ്ങൾ പാർലമെന്റ് ആക്രമം 13-ാം തീയതി പാർലമെന്റ് ആക്രമം നടന്നുകൊണ്ടിരുന്നു. ആ നടന്നതിന്റെ ശേഷം എന്താ പറ്റിയത്? നിങ്ങൾ ഞാൻ പറയാം കുട്ടികൾ, സ്കൂൾ കോളേജ് സ്റ്റുഡൻസിന് UAP ഇട്ടിരിക്കുക. പ്രതാപ് സിംഹയാണ് അവർക്ക് ആ അനുവാദം കൊടുത്തത്, ഉള്ളിക്കാരൻ. അദ്ദേഹത്തിന്റെ മുകളിൽ എന്തുകൊണ്ട് UAP ഇല്ല? അദ്ദേഹത്തിന്റെ മേലെ നിങ്ങൾ എന്ത് നടപടി എടുത്തത്? ഒരു നടപടിയില്ല. അപ്പൊ നിങ്ങൾ BJP-യിലായ ഒരു നടപടിയില്ല. രമേശ് ബിദൂരിയ എന്താ നടപടി എടുത്തത്? രമേശ് ബിദൂരിയ വേറൊരു ഡാനിഷ് അലീനെ വിളിച്ചു തീവ്രവാദിന്ന് പാർലമെന്റുള്ളിൽ. ഇതുവരെ ഒരു നടപടിയില്ല. പക്ഷെ മഹുവ മൊയ്ത്രനെ നിങ്ങൾ എക്സ്പെൽ ചെയ്തു. 146 പാർലമെന്റേറിയൻസിനെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. അപ്പം ഇതാണ് പ്രശ്നം. ഇതിനാണ് ഈ യാത്ര, രാഹുൽ ഗാന്ധി എടുത്ത യാത്ര. അത് മനസ്സിലാക്കണം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇന്ത്യയിൽ ഇപ്പം. ഇവിടെ നിങ്ങൾ എപ്പോഴും പറയും എമർജൻസി. നൗ ഇൻ ഇന്ത്യ വി ഹാവ് അൺഡിക്ലെയർഡ് എമർജൻസി. അതറിയോ? ഞാൻ പറയുന്ന ആരെ അഴിമതി ചെയ്യുന്ന അവരെല്ലാം ജയിലിടൂ. അജിത് പവാർ അവരെ പാർട്ടി ജോയിൻ ചെയ്തു തരും. ഒരു അന്വേഷണമില്ല. ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അജിത് പവാർ അഴിമതി ചെയ്തോ ഇല്ലെന്ന്. ഞങ്ങൾ പാർട്ടി ഒന്നും ആരും പറഞ്ഞിട്ടില്ല. അത് BJP ആണ് പറഞ്ഞത്. അതിന്റെ ശേഷമില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ അന്യായം നടന്നുകൊണ്ടിരിക്കുക. ഇദ്ദേഹം പറയുന്ന പബ്ലിസിറ്റിനെ പറ്റിയിട്ട് രാഹുൽ ഗാന്ധിന്റെ മേലെ ആരോപണം ഇട്ടു. ഇന്നലെ ഞങ്ങൾ കണ്ടത് ആ അമ്പലത്തില് അയോധ്യയിൽ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കയറി പോകുന്നത്. ഇതെന്തേ പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് കയറി പോകേണ്ട ആവശ്യം? പ്രധാനമന്ത്രിന്റെ ഇവന്റ് ആണ് ഇത് ഇന്ത്യയിൽ ഒരു വലിയ അമ്പലം വന്നത് പ്രധാനമന്ത്രിന്റെ ഇവന്റ് ആണോ? പ്രധാനമന്ത്രിന്റെ ഒറ്റയ്ക്ക് കയറി പോകുന്നത് എന്തുകൊണ്ട്? മറ്റൊരു പ്രധാനമന്ത്രിന്റെ ഒക്കെ ഇല്ലാത്ത പ്രധാനമന്ത്രി ഓരോ ഫോട്ടോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന, അവിടെ പോസ്റ്റ് ചെയ്യുന്നത്. എവിടെയാ നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിന്റെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ കാണുന്നത്? എവിടെയാ രാഹുൽ ഗാന്ധി പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തത്? അന്ന് BJP-ക്കാർ ബസ്സിന്റെ പുറത്ത് കണ്ടേരം രാഹുൽ ഗാന്ധിയെ പുറത്തിറങ്ങി പറഞ്ഞു എന്താ വേണ്ടെന്ന്. അത്രക്കും ധൈര്യമുള്ള മനുഷ്യനാണ് രാഹുൽ ഗാന്ധി. പേടിയില്ല. അവരെന്നേരം ഓടിപ്പോയി അവിടുന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ അവിടെ ഇപ്പം അവർക്കറിയാം നോർത്ത് ഈസ്റ്റിൽ പോപ്പുലർ ആകുന്നുണ്ട്. ബിക്കോസ് അവിടെ പല പ്രശ്നങ്ങളുണ്ട്. അവർ പറഞ്ഞു ഭയങ്കര റോഡെല്ലാം ആക്കി വെച്ച് ബസ്സിന് വരെ പോകാൻ പറ്റുന്നില്ല അവിടെ. അപ്പം എല്ലാം സത്യം പുറത്തു വരുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഓരോ ദിവസം പബ്ലിക് റാലി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം പുറത്തു വരുമ്പോൾ അവർക്ക് അത് പേടിയുണ്ട്. ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ ഇത് മാറും, ഞങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത കുറെ വരുന്നുണ്ട് അവിടെ. അപ്പൊ എന്നേരം പിന്നെ വേറൊരു ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. മേഘാലയയിൽ ഉണ്ടായിരുന്നു രാഹുൽജി. മേഘാലയ നിങ്ങൾക്ക് ഓർമ്മ വെക്കണം. NPP കോൺറാഡ് സാങ്മന്റെ പാർട്ടിന്റെ ഒക്കെ മുന്നണി BJP അവര് മത്സരിക്കുമ്പോൾ വേറെ ആയിട്ട് അമിത്ഷാ, അതേ അമിത്ഷാ പറഞ്ഞു കോൺറാഡ് സാങ്മ അഴിമതിയിൽ മുങ്ങിയിരിക്കുക, ഹി ഈസ് ദ മോസ്റ്റ് കറപ്റ്റ് പേഴ്സൺ. അങ്ങനെയാണ് അവര് ചെയ്തത് തെരഞ്ഞെടുപ്പ്. അപ്പൊ ജനങ്ങൾ അതുപോലെ വോട്ട് ചെയ്തു. എന്നിട്ട് അതിന്റെ ശേഷം ഇനിയും കോൺറാഡ് സാങ്മന്റെ NPP-ന്റെ ഒക്കെ ഒരു മുന്നണി ആയില്ലേ BJP? അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയാം അദ്ദേഹം അഴിമതിയിൽ മുങ്ങി ഇരിക്കുകയാണ്, അതിന്റെ ശേഷം അഴിമതി ചെയ്ത് ഒരു CM-ന്റെ ഒക്കെ നിങ്ങൾ എന്തിനാ മുന്നണിയായിട്ട് പോയത്? അവിടെ
സർക്കാർ ഫോം ചെയ്തത്? അത് പറയണം. അതിന്റെ മറുപടി ഇന്ന് ഇവിടെ ഇരിക്കുന്ന BJP-യുടെ വക്താവ് പറയണം. ഒരു സൈഡിൽ നിങ്ങൾ പറയും അദ്ദേഹം ഹീസ് കറപ്റ്റ്, പിന്നെ പറയും ആ കറപ്റ്റ് ആയുള്ള വ്യക്തിന്റെ ഒക്കെ നിങ്ങൾ അലയൻസും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അമിത്ഷാന്റെ വാക്കുകൾ വിലയില്ല, ജയിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. അത് സ്ത്രീകള് നിങ്ങൾ ബലാത്സംഗം ചെയ്തോ, ആ പ്രതിയായ ഞങ്ങൾ പ്രതിനെ പുറത്തിടും. ഞങ്ങളെ ഗുസ്തി താരങ്ങളായാലും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ത് ചെയ്താലും അദ്ദേഹത്തിനോട് ഞങ്ങൾ ആ പോസ്റ്റ് നിന്ന് ഇറങ്ങാൻ പറയൂല. ബിക്കോസ് അദ്ദേഹം 15 അസംബ്ലി സീറ്റിന്റെ മേലെ അദ്ദേഹത്തിന് ഒരു ഹോൾഡ് ഉണ്ട് UP-യിൽ. അപ്പൊ ഞങ്ങൾ വിടില്ല. അത് അങ്ങനെയാണ് കാണുന്നത്. അന്യായ സ്ത്രീകളെ മേലെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയില് അതിന്റെ ഒന്ന് മറുപടി പറയണം. അദ്ദേഹത്തിന്റെ പബ്ലിസിറ്റി ആരാ ഞങ്ങൾ പറയാം? നരേന്ദ്രമോദി. ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ടൈമിംഗ് ഇല്ല ഡൽഹിയിലൊന്നും, അവിടെ വെറും നരേന്ദ്രമോദിന്റെ മുഖം. എനിക്ക് മനസ്സിലാവുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഏത് സൈഡ് ട്രെയിൻ വന്ന് ആ TV-യിൽ വരെ ആ മോണിറ്റർ നമ്മൾ പറയാന്ന് പറഞ്ഞാൽ അവിടെ വരെ നരേന്ദ്രമോദിന്റെ മുഖം. അപ്പൊ ആരാ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി അല്ല, നരേന്ദ്രമോദിയാണ്.